പി സച്ചിദാനന്ദൻ്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? ഉത്തരം മരണ സർട്ടിഫിക്കറ്റ്. പി സച്ചിദാനന്ദൻ്റെ തന്നെ നോവലായ ആൾക്കൂട്ടം എന്ന നോവലിലെ കഥാപാത്രങ്ങൾ ജോസഫ്, സുനിൽ, പ്രേം, സുന്ദർ, രാധ, ലളിത. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. ലോക ഓസോൺ ദിനം എന്ന്? സെപ്റ്റംബർ 16. ഓസോണിനെ അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. 1987 മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഉടമ്പടി പ്രകാരമാണ് ഓസോൺ പാളി സംരക്ഷിക്കപ്പെടുന്നത്. ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഹാലോണുകൾ പോലുള്ള മനുഷ്യനിർമ്മിത രാസവസ്തുക്കൾ കാരണമാണ് ഓസോൺ ശോഷണത്തിന് വിധേയമാകുന്നത്. താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ: ക്യാൻസർ, മലേറിയ, പ്രമേഹം, അമിതഭാരം. ഇതിൻ്റെ ഉത്തരം മലേറിയയാണ്. കാരണം പ്ലാസ്മോഡിയം എന്ന പരാതത്താൽ ഉണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ് മലേറിയ. ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമായിട്ടാണ് കണക്കാക്കുന്നത്. കൂടാതെ പ്രമേയവും അമിതഭാരവും ഒരു ജീവിതശൈലി രോഗമാണ്. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? കരൾ. പിത്തരസം കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നീട് പിത്താശയത്തിൽ സംഭരിക്കപ്പെടുന്നു. പിന്നീടത് ദഹനപ്രക്രിയയ്ക്കിടെ ചെറുകുടലിലേക്ക് സ്രവിക്കുന്നു. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ഓപ്ഷൻ എ ശിശുമരണ നിരക്ക്, ഓപ്ഷൻ ബി ആയുർദൈർഘ്യം, ഓപ്ഷൻ സി പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം, ഓപ്ഷൻ ഡി ഇതെല്ലാം. ഓപ്ഷൻ ഡി ഇതെല്ലാമാണ് ഉത്തരം. ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം എന്നിവ ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകമാണ്. നീതി ആയോഗ് ആയി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഓപ്ഷൻ ബി സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു. ഓപ്ഷൻ സി പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലുകളും നടത്തുന്നു. ഓപ്ഷൻ ഡി നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കുമാണ്. ഇതിൽ ഓപ്ഷൻ എ ആണ് തെറ്റ്. ശരി ഉത്തരം നീതി ആയോഗ് ഒരു വിദഗ്ധോപദേശ സമിതിയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു നീതി ആയോഗിൽ. പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കുമാണ്. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം ഇന്ത്യയിൽ G20 നടന്നത് 2023 ലാണ്.
ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഇതാണ് പ്രസിഡൻസിയുടെ പ്രമേയം. ഇതാണ് പ്രമേയം. 2023 ഇന്ത്യയിൽ വെച്ച് നടന്നു G20. G20ക്ക് 2024 വേദിയാകുന്നത് റിയോ ഡെ ജനീറോ ആണ്. ബ്രസീലിലാണ് റിയോ ഡെ ജനീറോ. ഇതിൻ്റെ പ്രമേയം ഒരു ന്യായമായ ലോകവും സുസ്ഥിര ഗ്രഹവും നിർമ്മിക്കുക. ഒരു ന്യായമായ ലോകവും സുസ്ഥിര ഗ്രഹവും നിർമ്മിക്കുക. 2025 G20ക്ക് വേദിയാകുന്നത് ജോഹാൻസ്ബർഗ്, ദക്ഷിണാഫ്രിക്കയിലാണ്. ഇതിൻ്റെ പ്രമേയം ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഏത് വർഷത്തെ ഭരണ ഭേദഗതിയാണ്? 2002 ഭേദഗതിയാണ്. 2002 നടന്ന 86ാം ഭേദഗതി പ്രകാരമാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യുന്നത്. ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദമാണ് 21A. 21A കൂട്ടിച്ചേർത്തു. RTE അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 4. അത് പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1. ഈ 2002 ഭേദഗതിയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റ് അനുച്ഛേദങ്ങളാണ് 45, 51A, K. മാറ്റം വരുത്തിയതാണ് അനുച്ഛേദം 45. കൂട്ടിച്ചേർത്തത് അനുച്ഛേദം 51A സബ്ക്ലോസ് K. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഇവിടെ തെറ്റ്. ഓപ്ഷൻ എ ആണ് തെറ്റ്. അനുച്ഛേദം 44 സിവിൽ നിയമസംഹിത ശരിയാണ്. അനുച്ഛേദം 63 ഭാരതത്തിന് ഒരു ഉപരാഷ്ട്രപതി ശരിയാണ്. അനുച്ഛേദം 79 പാർലമെൻറ്റിൻ്റെ രൂപീകരണം. അനുച്ഛേദം 38 ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു സാമൂഹിക ക്രമം ഉറപ്പാക്കാൻ രാഷ്ട്രം ശ്രമിക്കണം. ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു സാമൂഹിക ക്രമം ഉറപ്പാക്കാൻ രാഷ്ട്രം ശ്രമിക്കണം. അതിൽ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ഉറപ്പാക്കുകയും വരുമാനത്തിലെ അസമത്വങ്ങൾ കുറയ്ക്കുകയും ചെയ്യുക. തുല്യനീതിയും സൗജന്യ നിയമസഹായവും ആർട്ടിക്കിൾ 39A പറയുന്നത്. തുല്യനീതിയും തുല്യ നിയമസഹായവും ആർട്ടിക്കിൾ 39A. സിവിൽ നിയമസംഹിത ആർട്ടിക്കിൾ 44. ഭാരതത്തിന് ഒരു ഉപരാഷ്ട്രപതി ആർട്ടിക്കിൾ 63. പാർലമെൻറ്റിൻ്റെ രൂപീകരണം ആർട്ടിക്കിൾ 79. ആർട്ടിക്കിൾ 38 ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു സാമൂഹിക ക്രമം ഉറപ്പാക്കാൻ രാഷ്ട്രം ശ്രമിക്കണം. അതായത് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രം ശ്രമിക്കണം. തുല്യനീതിയും സൗജന്യ നിയമസഹായവും ആർട്ടിക്കിൾ 39A.